ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ എന്നെ കുറിച്ച് ഇങ്ങനെ പാടാൻ വേണ്ടി കുറച്ച് സ്ത്രീകൾ വന്നു. അവരുടെ കയ്യിൽ ദഫൊക്കെ ഉണ്ട്. അവർ ദഫ് മുട്ടി പാട്ട് പാടാൻ തുടങ്ങി. മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോ അഞ്ച് കാര്യങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത പറഞ്ഞ 5 കാര്യങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. അതിൽ ഒന്നാമത്തെ കാരണം അൽ കലാമു ബി കലാമി ദുനിയ ഇൻദ സമാഇൽ അദാൻ. മഹാന്മാര് പഠിപ്പിക്കുന്നു അൽ കലാമു ബി കലാമി ദുനിയ, ദുന്യവിയായ സംസാരം സംസാരിക്കുക ഇൻദ സമാഇൽ അദാൻ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിനെ ശ്രദ്ധിക്കാതെ ദുന്യവിയായ സംസാരം സംസാരിക്കുന്നവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാണ്, മൻ തകല്ലമ ഇൻദൽ അദാൻ യത്ലജു ലിസാനുഹു ഇൻദൽ മൗത്. ഒരാൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെട്ടാൽ അവന്റെ മരിക്കുന്ന സമയത്ത് അവന്റെ നാവ് ഇങ്ങനെ പടക്കും. അവനിക്ക് തഹ്ലീല് ചൊല്ലാൻ കഴിയില്ല. ഗൗരവത്തിലെടുക്കണം. നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ പ്രസംഗം നിർത്തും, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വേറെ സംസാരിക്കും. പ്രസംഗമൊക്കെ നിർത്തും, നമ്മൾ നടത്തുന്ന പരിപാടിക്ക് നിർത്തിയേക്കും, പക്ഷെ അവിടെ ഇങ്ങനെ വേറെ സംസാരത്തിലേക്ക് മൈക്കിയോടുള്ള പരിപാടി നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. വളരെ ഗൗരവത്തിലെടുക്കണം. മഹാന്മാര് എത്രയാണ്. മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബുൽ മഅറൂഫ് അൽ ഖർഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും മഹാനായ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് ദിമിഷ്കിലും ഒരു കഥ പറയുന്നു, ഒരു ചരിത്രം പറയുന്നു. രാജാവായിരുന്ന ഹാറൂൻ റഷീദ് എന്നവരുടെ ഭാര്യ മരണപ്പെട്ടു. അവരുടെ കുടുംബം സ്വപ്നത്തിൽ കാണാം. അവരിങ്ങനെ സ്വർഗത്തിൽ ഒരു പച്ച വിരിച്ച ഒരു പരവതാനിയുടെ മേലിങ്ങനെ ഇരിക്കുന്നത് അവർ കാണാം. അപ്പൊ അവരോട് ചോദിക്കുന്നു, മാ ഫഅലബിക്കി, എന്താണ് നിന്നെ കൊണ്ട് അള്ളാഹു ചെയ്തത്? അവരിങ്ങനെ പറയാണ്, അള്ളാഹ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്. എന്തേ പുറത്തു തരാനുള്ള കാരണം? ഹാജിമാർക്ക് വലിയ സൗകര്യം ചെയ്തു കൊടുത്ത ഉമ്മയായിരുന്നു അതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അല്ല, വലാകിൻ കുന്തു യൗമൻ ജാലിസൻ വൽ ജവാരി യദ്രിബുന ബിദ്ദുഫി വയുഗന്നീൻ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ എന്നെ കുറിച്ച് ഇങ്ങനെ പാടാൻ വേണ്ടി കുറച്ച് സ്ത്രീകൾ വന്നു. അവരുടെ കയ്യിൽ ദഫൊക്കെ ഉണ്ട്. അവർ ദഫ് മുട്ടി പാട്ട് പാടാൻ തുടങ്ങി. മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾ മിണ്ടാതിരിക്കണം. ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് അവരോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു. ഈ ഒരു കാരണം കൊണ്ട് അല്ലാഹു എനിക്ക് സ്വർഗ്ഗം തന്നു എന്ന് ഹാറൂൻ റഷീദ് എന്നവരുടെ ഭാര്യ പറഞ്ഞത് കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പൊ ബാങ്കിനെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.